പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം തുടങ്ങാൻ പോകുന്ന എല്ലാ മക്കളെയും നിന്റെ തിരുമുറിവാർന്ന് അണിപ്പെടുതാവുന്ന അത്ഭുതകരത്താൽ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിനക്ക് ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ കടന്നു പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്തു തീർക്കുന്ന ഹോംവർക്കുകൾ, നിൻ്റെ ഓരോ ഉദ്യമങ്ങളും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിൻ്റെ അധ്വാനങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഓരോ ദിവസത്തിനും അതാത് ദിവസത്തിൻ്റെ ഉത്കണ്ഠകൾ മതിയല്ലോ എന്ന് അരുളിച്ചത് കർത്താവിൻ്റെ വചനപ്രകാരം നീ അഭിമുഖീകരിക്കുന്ന ഉത്കണ്ഠകളെ അതിജീവിക്കാനുള്ള ആത്മശക്തി, ആത്മധൈര്യം കർത്താവ് നിനക്ക് നൽകട്ടെ. നീ ഇന്ന് കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധികൾ, നിനക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമാണെന്ന് കരുതുന്ന വിഷയങ്ങൾ, പ്രാർത്ഥനാ സഹായം നീ ആരോടെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഇപ്പോഴേ പരിശുദ്ധ മതേമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നീ പോകുന്ന വഴികൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, സ്വന്തം വാഹനമായാലും വാടക വാഹനമായാലും എല്ലാ അപകടങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കുകയും നീ പോകുന്നിടത്ത് എല്ലാം നിന്നോടുകൂടെ ഞാനുണ്ടായിരിക്കുന്ന നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം അവിടുത്തെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. പരീക്ഷ കഴിഞ്ഞ മക്കൾ, റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ, അവർക്ക് ഉപരിപഠനത്തിന് ഉപയുക്തമായ ആശാവഹമായ പരീക്ഷാഫലം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവിയിൽ എന്തെടുക്കണം, എന്ത് ചെയ്യണം, ഏത് ഗ്രൂപ്പ് പഠിക്കണം, എവിടെ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ ആശങ്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അതിനെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായൊരു മറുപടി കിട്ടാൻ വേണ്ടി ദൈവത്തിന് ചോദിക്കുന്നെങ്കിൽ ലഭിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, എഴുതുന്ന കാര്യങ്ങൾ, ഒപ്പിടുന്ന കാര്യങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ, മരുന്ന് കഴിക്കുന്നവർ, വിവിധങ്ങളായ രോഗങ്ങളിൽ ഇരിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പഹിയാതെ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവർ, ആരോടെ ചോദിക്കാനും പറ്റത്തില്ല, പക്ഷെ തീരുമാനം എടുക്കാനും പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ പറയുന്നു. കർത്താവ് കാലാന്തരത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കർത്താവ് നീ നടക്കേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നിനക്ക് ഉപദേശിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ വാഗ്ദാനമാണത്. അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ, ചില സമയത്ത് പരീക്ഷ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ പോലും നീ എഴുതേണ്ട പരീക്ഷയുടെ ഉത്തരങ്ങളാണ്. അത് നേരത്തെ അറിയാവുന്ന കർത്താവ് നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരുന്ന അളിച്ചതുപോലെ നിൻ്റെ ഇൻ്റർവ്യൂവിന് നിന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എല്ലാം കർത്താവിനറിയാം. അവൻ നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു ചെയ്തതൊരു ഒരു വാഗ്ദാനമാണെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും പഠിക്കുവാനും സന്ദർഭവശാൽ നീ പോലും അറിയാതെ നീ അതെല്ലാം തിരഞ്ഞെടുത്ത് നിനക്ക് ആ സമയമാകുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നീ ന്യായാധിപത്യത്തിൻ്റെ തിരുസന്നിധി നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട, നീ പറയേണ്ടത് ആ സമയത്തേക്ക് അറിവ് നൽകുന്ന ചെയ്ത കർത്താവ് നിൻ്റെ ഓരോ ഘട്ടങ്ങളും നിന്നെ ആശ്വസിപ്പിക്കുകയും അതാത് സമയത്ത് ആവശ്യമായ കൃപ അതാത് സമയത്ത് നിനക്ക് നൽകാൻ തക്കവിധം ദൈവവുമായി നീ ഐക്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നീ നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. നീ കർത്താവിന് പിറുപിറുപ്പ്, പല്ലുകടി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യമാണ്. ദൈവത്തിരുസന്നെ വ്യാപരിക്കുന്ന ഒരു ഒഴിവാക്കേണ്ട സാധനമാണ്. പിറുപിറുപ്പ് എവിടെയെല്ലാം ഉണ്ട്, അതെല്ലാം ഈശോ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്നൊക്കെ ഒരു പിറുപിറുപ്പും പല്ലുകടിയും അവിടെ പിറുപിറുപ്പും പല്ലുകടിയും ഉണ്ടാവും. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8:12 എടുത്തേ. രാജ്യത്തിന് മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അതാണ് പിറുപിറുപ്പും പല്ലുകടിയാണ്. പല്ലുകടിയും പിറുപിറുപ്പും ഒരു സാധനം തന്നെയാണ്. പക്ഷെ അത് നമ്മളെ വായിക്കുമ്പോൾ നമുക്ക് താളമായിട്ട് തോന്നുമെങ്കിലും ദൈവരാജ്യം നഷ്ടപ്പെട്ട ലക്ഷണമാണ്. ഒരു മനുഷ്യൻ ദൈവരാജ്യത്തു നിന്ന് പുറത്ത് പോയി പിന്നെ ഈ നരകമെന്നൊക്കെ ഒന്നും ഈശോ പറയത്തില്ല. അതിന് പകരം ഈശോ നയതന്ത്ര ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ദൈവരാജ്യത്തു നിന്ന് പുറത്തു പോകും, അവിടെ പിറുപിറുപ്പും പല്ലുകടിയും ആയിരിക്കും. അത് ഒരാൾ ദൈവരാജ്യം പുറത്തു പോകുന്നത്. അതുകൊണ്ട് ഈശോ പിറുപിറുപ്പുകാരെ പുറത്താക്കും, കരച്ചിലുകാരെ പുറത്താക്കും. ഇപ്പം ജയറൂസിൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ ജയറൂസിൻ്റെ മകളെ പുനർജീവിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് കുഴലൂത്തുകാരെ പുറത്താക്കുന്നില്ലേ? മത്തായി 9:23-24. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ. അപ്പോൾ ബൈബിളിൽ ഇങ്ങനെ കുറേ ഗെറ്റൗട്ടടികളുണ്ട്. അതുകൊണ്ട് ഈശോ പിറുപിറുപ്പ്, ഇനി വേറൊരു കക്ഷിയുണ്ട് പിറുപിറുക്കണം. എന്നുവെച്ചാൽ അത് മത്തായി 20:11 നേരത്തെ അത് വാങ്ങുമ്പോൾ
അത് വാങ്ങുമ്പോഴെന്ന് വെച്ചാൽ എന്താ വാങ്ങണമെന്നറിയാമോ? ഇവർ ദിവസക്കൂലിക്ക് ഒത്തിട്ട് ജോലി ചെയ്തിരിക്കുകയാണ് മുന്തിരിത്തോട്ടത്തിൽ. അപ്പോൾ അത് പല സമയത്ത് വന്നിട്ടുള്ള ആൾക്കാർ, യജമാനൻ പല സമയത്ത് പല ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. 12 മണിക്കൂറിൽ കൂലി കൊടുക്കത്തില്ലേ? പക്ഷേ വൈകുന്നേരം 6 മണിക്കാണ് കൂലി കൊടുക്കുന്നത്. കൂലി കൊടുക്കുമ്പോൾ എന്നാ വരിക വെച്ച് കഴിഞ്ഞാൽ ആ അവസാനം വന്ന ആൾക്കാർക്ക് 1 ദിനാർ കിട്ടും. അപ്പോൾ ആദ്യം വന്ന ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ പകൽച്ചൂട് മുഴുവൻ അനുഭവിച്ചല്ലോ, ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചത് അവരുടെ വിചാരമാണ്. പക്ഷെ അപ്പോൾ എഗ്രിമെൻ്റ് അതില്ല, അവർ വിചാരിച്ചതാണേ. നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ അടുത്ത് കണ്ട കാര്യമില്ല. എഗ്രിമെൻ്റ് അതില്ല. എഗ്രിമെൻ്റ് എന്താണ്? അതിലത് യജമാനൻ പറയുന്നുണ്ട്, നീ പെരുപെറുക്കേണ്ട കാര്യമില്ല, 1 ദിനാറൊക്കെയല്ലേ രാവിലെ നമ്മൾ സമ്മതിച്ചത്. അപ്പോൾ എനിക്കിഷ്ടമുള്ളവർ കൊടുക്കാൻ പാടില്ലേ? ഞാൻ നല്ലവനായതുകൊണ്ട് എന്താണ് നിങ്ങളിതിനെ അസൂയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇതൊന്നും പറയാനല്ല ഇപ്പം ഇവിടെ വന്നത്. എന്താ കാര്യത്തിൽ ഇതൊക്കെ നിങ്ങൾ അറിയണം. ദൈവത്തോട് പിറുപിറുക്കുക, മറ്റവരെ കമ്പയർ ചെയ്യുക. എന്ന് വെച്ചാൽ അവർ കമ്പയർ ചെയ്തില്ലേ? അപ്പോൾ ഈ 11 മണിക്കൂറിൽ വന്നവന് 1 ദിനാറ കിട്ടിയപ്പോൾ 1 മണിക്കൂറിൽ വന്നു വെച്ചാൽ രാവിലെ 6 മണിക്ക് വന്ന ആൾക്കാർക്ക് 1 ദിനാറ കിട്ടി. അപ്പോൾ 1 ദിനാറ കിട്ടിയപ്പോൾ അവരുടെ കംപ്ലൈൻറ്റ് എന്താണെന്നറിയാമോ? ഞങ്ങളെ ഈ ലേറ്റ് കമറുമായിട്ട് അവസാനം വന്ന ആളുമായിട്ട് തുല്യരാക്കിയല്ലോ എന്നാണ്. അതാണ് അവരുടെ കംപ്ലൈൻറ്റ്. ദൈവത്തിൻ്റെ അടുത്ത് ദൈവം ആരെ തുല്യരാക്കി, ആർക്ക് കൊടുത്തു, ആർക്ക് കൊടുത്തില്ല, ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല ശരിക്കും. അതുകൊണ്ടാണ് നേരിട്ട് ചോദിക്കുന്നത്. ഞാൻ ഉദാഹരണമായതുകൊണ്ട് നിങ്ങളെന്താ അസൂയപ്പെടുന്നത്? അപ്പം ദൈവം ചികിത്സിച്ച ആരാണ്? അവിടെ അവർ നല്ലവരെ കഠിനാധ്വാനം ചെയ്തെങ്കിലും അസൂയ മാറിയിട്ടില്ല. അത് നിസ്സാര കാര്യമില്ല കേട്ടോ. കഠിനാധ്വാനമൊക്കെ ചെയ്തതാണ്, വെയിലൊക്കെ കൊണ്ടതാണ്. പക്ഷേ കഥയില്ല. ഈ നമ്മുടെ മലയാളത്തിൽ പറയത്തില്ലേ, എല്ലാം ഉണങ്ങണത് എണ്ണ കിട്ടാൻ, പാറ്റാപ്പിഴക്ക് ഉണങ്ങണത് എന്തിനാണെന്ന് ചോദിക്കത്തില്ലേ? അതുപോലൊരു സംഭവമാണ്. ആ കക്ഷിയുടെ പാറ്റാപ്പിഴക്ക് ഉണങ്ങണ പോലെ ആയിപ്പോയി. രാവിലെ പോലും ഉണങ്ങണതാണ് നിന്നുകൊണ്ട്. പക്ഷേ എന്താ ഉള്ളിൽ അസൂയിരിപ്പുണ്ട്. നമ്മുടെ പല സൽപ്രവൃത്തികളും അബദ്ധമാകണത് ഇങ്ങനെയാണ്. നിങ്ങളുടെ സൽപ്രവൃത്തികൾ ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം പോലെയാണെന്നല്ലേ? യെശയ്യാ 64:6 ഞങ്ങൾ അശുദ്ധനെ പോലെയും കേട്ടോ, ഞങ്ങൾ അശുദ്ധനെ പോലെ ഞങ്ങളുടെ സൽപ്രവൃത്തികളുടെ ദുരന്തം കണ്ട മലിന വസ്ത്രം പോലെയും. അപ്പോൾ സൽപ്രവൃത്തികൾക്കുണ്ടാകുന്ന ഒരു ദുരന്തമാണ്. ഇപ്പം ഇവരെന്താ ചെയ്യണത്? ഇവർ ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എണ്ണ ഉണങ്ങണ പോലെ എണ്ണ ഉണങ്ങേണ്ട ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പോൾ പാറ്റാപ്പിഴിക്കായി പോയി, എണ്ണ എനിക്ക് കിട്ടത്തില്ല. എന്താ കാര്യം? സൽപ്രവൃത്തികളുടെ കൂടെ തന്നെ ദൈവസ്നേഹവും ഉണ്ടാകണം, മറ്റുള്ളവരോടുള്ള സ്നേഹവും ഉണ്ടാകണം. ആർക്കെങ്കിലും സ്നേഹം അസൂയപ്പെടുന്നില്ലെന്നല്ലേ വായിച്ചേ? 1 കൊരിന്ത്യർ 13:4. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്, സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം ദീർഘക്ഷമയുണ്ട്, പിന്നെന്താണ്? ദയയുമുള്ളതാണ്, ദയയുണ്ട്, സ്നേഹം അസൂയപ്പെടുന്നില്ല. ഇവർക്ക് ഞാൻ നല്ലവനായത് കാരണം നിങ്ങൾ അസൂയപ്പെടുന്നു എന്ന് ചോദിച്ചില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അസൂയല്ല, സ്നേഹമില്ലെന്ന് അതിൻ്റെ അർത്ഥം. കർത്താവ് കുറ്റപ്പെടുത്തണത് അവരുടെ സ്നേഹരാഹിത്യത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ ബൈബിൾ മുന്നോട്ട് വെക്കണ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ സ്നേഹമില്ലേ, ദൈവീകമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു വഴി യാത്രയാണ്. അപ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താ ഇപ്പോൾ ഉണ്ടായിരിക്കണത്? രാവിലെ വന്നവരെ വൈകുന്നേരം വന്നവരുമായിട്ട് തുലനപ്പെടുത്തിയപ്പോൾ അവർക്ക് പിറുപിറുപ്പുണ്ടായി. ആ പിറുപിറുപ്പിൻ്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് സ്നേഹമില്ല. അത് കാര്യമുണ്ട്. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹം അസൂയപ്പെടത്തില്ലായിരുന്നു. അപ്പോൾ ഈ വിഷയം അതാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് ഇത് തന്നെയാണ് ഈ പുത്തൻ്റെ കഥ വരുമ്പോഴേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നതിനേക്കാൾ ഉപരി എന്ത് സഹനങ്ങളിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുറേ സഹിച്ചു എന്ന് പറഞ്ഞത് ഇവർ ആൾ പറയുന്നുണ്ട് സഹനത്തെക്കുറിച്ച്. ഞങ്ങൾ ഒന്ന് വായിച്ച് 20:11-12. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തു. എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അപ്പൊ സഹിച്ച ആൾക്കാരെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല. കാര്യം സഹിച്ചെന്ന് പറഞ്ഞാൽ സത്യം, പക്ഷേ കയ്യിരിപ്പ് മോശമാണ്. മനസ്സിലായില്ലേ? സഹിച്ചെന്ന് പറയുമ്പോൾ നമ്മളോർക്കും സഹിച്ചു കഴിഞ്ഞാൽ സംഭവം എല്ലാം
ഇങ്ങനെ സ്വർഗം ഇങ്ങനെ അടർന്ന് വീഴുമെന്ന്. ഒരു കുന്തവും സംഭവിക്കത്തില്ല. കാര്യം എന്താണ്? സഹിച്ചാലും അവസാനം നോക്കുക. നമ്മൾ സൂര്യനൂലും ഓട്ടം പോലെയാണേ. സൂര്യനൂലും ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഓടുകയും ചെയ്യണം. അതേസമയം നൂല് കോർക്കുകയും ചെയ്യണം. ഫിനിഷാകുമ്പോൾ റഫറി വന്ന് നോക്കണത് എന്താ, മാസ്റ്റർ വന്ന് നോക്കണത് എന്താണ്? നീ ഫിനിഷായെന്നല്ല നോക്കണത്, നീ ഫിനിഷായോ എന്നല്ല നോക്കണത്, ആ സൂര്യ നൂല് കോർത്തിട്ടുണ്ടോ എന്നാണ് നോക്കണത്. അതാണ് പ്രശ്നം. നമ്മൾ ഈ ജീവിതം പൂർത്തിയാക്കുകയും ചെയ്യണം, സ്നേഹം ബാക്കി എല്ലായിടത്തും നിലനിൽക്കുകയും ചെയ്യണം. അതുകൊണ്ട് അത് ഭയങ്കര രസകരമായ കാര്യം. കർത്താവിൻ്റെ എല്ലാ കഥകളിലും ബാക്കി ബാലൻസ് അവശേഷിക്കണത് എന്താ? സ്നേഹമാണ്. അച്ഛൻ പറഞ്ഞു വരുന്നതിന് മനസ്സിലായില്ലേ മക്കളെ? അപ്പം ഈ പിറുപിറുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പിറുപിറുപ്പുണ്ടാ, അതിൻ്റെ അർത്ഥം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ കാര്യമില്ലെന്നാണ്. ദൈവം നോക്കണത് എന്താണ്? നിങ്ങൾ അസൂയപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ട് അസൂയപ്പെടുന്നു? സ്നേഹമില്ലേ? അപ്പം അതുകൊണ്ട് സ്നേഹം ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ബാക്കി പിറുപിറുക്കാതിരിക്കുകയോ കാര്യങ്ങൾ സമീപിക്കാൻ. അപ്പോൾ ദൈവ പൈതലായി നമ്മൾ തുടരും. ഓക്കെ.